സോ വെൽക്കം ഗൈസ്, നമ്മുടെ നെറ്റ്വർക്ക് തിയറിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് തിയറിയിൽ ഉടനീളം നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇൻഡെപ്തിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 3 ഡേയ്സോളം നമുക്ക് ടൈമുണ്ട്. 3 ഡേയ്സ് ടൈമുണ്ട്. സോ ഈ ഒരു 3 ഡേയ്സ് കൊണ്ട് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം ഇനിയും നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു 3 മൊഡ്യൂൾസോളം കവർ ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്ര പറയാനുള്ളത് എന്ന് പലരും ചിന്തിക്കും. അതായത് നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം തൊട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ, എൻ്റെ കയ്യിലിരിക്കുന്ന കാൽക്കുലേറ്ററിൻ്റെ ഞാൻ പേര് പറയാം. കാസിയോ FX 991 ES പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. സെക്കൻഡ് ജനറേഷൻ എഡീഷൻ എന്നങ്ങാണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാൽക്കുലേറ്ററിൻ്റെ കാര്യങ്ങളായിരിക്കും ഞാനിന്ന് പറയുന്നത്. നോർമലായിട്ട് എല്ലാ ആൾക്കാരുടെ കയ്യിലും ഇത്തിരി കാൽക്കുലേറ്ററാണ് ഉള്ളത്. പിന്നെ ഇതിലും കുറച്ചുകൂടെ മോഡൽ കൂടിയതുണ്ട്. പക്ഷെ അത് അതും ഇതേപോലെ ഏകദേശം സിമിലർ ഒക്കെ തന്നെയാണ്. ഇച്ചിരിയുടെ ഫങ്ഷൻസ് ഒക്കെ കൂടുതലാണേ ഉള്ളൂ. നോർമലി എല്ലാവരുടെ കയ്യിലും ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കി. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിൽ പല സ്ഥലത്തും റിവിഷൻ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് മെഷ് അനാലിസിസോ അങ്ങനത്തെ ഒന്നുമല്ല. നമ്മൾ ഈ മെഷ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ വരും. അതായത് ഇങ്ങനത്തെ സാധനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമ്പം ഒരു രീതിയിലൊക്കെ എഴുതും, പോളാർ ഫോം എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനൊക്കെ കുറച്ച് കൺവേർഷൻസ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇത് വളരെ ബേസിക് ആണ്. ഇതറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നെറ്റ്വർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് പറഞ്ഞുതരാം. 2 ഫോം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. റെക്റ്റാങ്കുലർ ഫോം, അതുപോലെ എന്തുണ്ട്, വേറൊരു ഫോമാണ് പോളാർ ഫോം. പോളാർ ഫോമും റെക്റ്റാങ്കുലർ ഫോമും. അപ്പൊ എന്താ സംഭവം? ഈ പോളാർ ഫോമിൽ 2 പ്ലസ് ഒരു കാര്യം പറഞ്ഞു, ഒരു ആംഗിൾ വരുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ബുക്ക്. പോളാർ ഫോം, റെക്റ്റാങ്കുലർ ഫോം നോർമലി നമ്മളിങ്ങനെ A+IB കോൺജുഗേറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ കേട്ടില്ലേ? ഇപ്പം അതൊക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ ആവശ്യം വരും കേട്ടോ. അപ്പം അതൊന്നും അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കണ്ട. അതിന് ഡയറക്റ്റ് കാൽക്കുലേറ്ററെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ റെക്റ്റാങ്കുലർ ഫോമിൽ നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടില്ലേ? അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ രീതിയിലുള്ള എഴുതുന്നതിനാണ് റെക്റ്റാങ്കുലർ ഫോം എന്ന് പറയുന്നത്. 2+3J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോളാർ ഫോമാണ്. അതേപോലെ 2+3I എന്ന് പറഞ്ഞാൽ എന്താ? അതും പോളാർ ഫോമാണ്. നമ്മൾ J ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. ഓക്കെ, ഈ പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, ആംഗിൾ അവിടെ ഉൾപ്പെടും. 50 ആംഗിൾ 36.1 ഡിഗ്രി വോൾട്ട് എന്നൊക്കെ നമ്മൾ പറയും. ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇത് ശരിക്കും സൈനസോഡിയൽ വേവിനെ കാണിക്കാനാണ്. AC സോഴ്സിന് റെപ്രസെൻറ്റേഷൻ ആണ് ഈ പറയുന്ന സംഭവമൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക്. അപ്പം ഞാനിവിടെ പറയുകയാണ്, കൺവേർട്ട് 2+3J ഇൻറ്റു എന്തിലേക്കാണ് പറയുന്നത്? ഇൻറ്റു പറ. ഇത് റെക്റ്റാങ്കുലർ അല്ലേ? റെക്റ്റാങ്കുലറിനെ പിന്നെ റെക്റ്റാങ്കുലർ ആക്കാൻ പറ്റത്തില്ല. ഇൻറ്റു പോളാർ ഫോം.
പോളാർ. അപ്പൊ ഇതിനെ പോളാർ ഫോമിലേക്ക് ആക്കാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്? ആദ്യം കാൽക്കുലേറ്റർ എടുക്കണം. കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മളിപ്പം പോളാർ ഫോമിലുള്ള അല്ല റെക്ടാങ്കുലർ ഫോമിലുള്ള സാധനത്തിനെ പോളാറിലേക്ക് ആക്കാൻ പോകുന്നത്. അപ്പൊ പോളാർ ഫോം ഓഫ്, അത് ഷിഫ്റ്റ് അമർത്തുക, POL, പോളാർ ഫോം ഓഫ് എന്താ, ഈ 2+3j പോളാർ ഫോം എന്നല്ലേ. അപ്പൊ 2 അടിക്കുക പ്ലസ് 3 ജെ ഇല്ല, ജെ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. അപ്പൊ ഐ നമ്മൾ ഇടുന്നത്. ENG എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, ഇംഗ്ലീഷ് എന്നൊക്കെ ചിലവ് വായിക്കായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ നിൽക്കുക, ഷിഫ്റ്റ്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 2 കോമ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. കോമ എവിടെ കിടക്കുന്നത്? കോമ ഈ ബ്രാക്കറ്റിന്റെ ഇവിടെ ഒരു കോമ ഉണ്ട്. അതായത് SD എന്നൊക്കെ കണ്ടോ, ഒരു ആരോ മാർക്കുള്ള, അതിന്റെ ഇപ്പുറത്ത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോമ കിടപ്പുണ്ട്. അത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ കോമ ആക്റ്റീവ് ആവും. കോമ 3 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? R = 3.6055 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. പിന്നെ തീറ്റ = 0.98 എന്നൊക്കെ പറഞ്ഞു കിട്ടും. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സോ അതിന് ആൻസർ അറിയാവോ? R ആംഗിൾ തീറ്റ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. R ആംഗിൾ തീറ്റ = 33.6 ആംഗിൾ 56.3 ഡിഗ്രി കേട്ടോ. ഇനി ഓരോന്ന് ഇതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, കൺവേർട്ട് 1+j കൺവേർട്ട് ചെയ്തേ. ആദ്യം കാൽക്കുലേറ്റർ എടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിനെ പോളാർ ഫോം അല്ലേ, പോളാർ ഫോം ഓഫ് 1,1 കൊടുക്കണ്ടേ. .41 ആംഗിൾ 45 ഡിഗ്രി എന്ന് കിട്ടിയോ? ഇങ്ങനെ കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് അടുത്ത ഞാൻ മറ്റേതിനെ കൺവേർട്ട് ചെയ്യാം. അത് പറഞ്ഞുതരാം. കൺവേർട്ട് 3.61 ആംഗിൾ 56.31 ഡിഗ്രി എങ്ങനെ ചെയ്യും? ഇൻറ്റു എന്താ, ഇതിപ്പം പോളാർ അല്ലേ, പോളാറിൽ കിടക്കുന്നതിനെ റെക്ടാങ്കുലറിലാക്കണം. റെക്ടാങ്കിൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഷിഫ്റ്റ് റെക്ടാങ്കുലർ ഫോം ഓഫ് 3.61, 56.31. ചെയ്തപ്പോൾ എന്ത് കിട്ടി? x = 2.0024 അങ്ങനെ കിട്ടി. y = 3.003 എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കിട്ടി. അപ്പം 2+3j എന്നാണ് ഇതിന്റെ ആൻസർ കേട്ടോ. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന പോളാർ റെക്ടാങ്കുലർ ഫോം, അതിൻ്റെയൊക്കെ കുറച്ച് അഡീഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. 2+3j പ്ലസ് 1 - 6j, ഇതിനെ എങ്ങനെ നിങ്ങൾ അഡീഷൻ ചെയ്യും? വളരെ സിമ്പിൾ ആണ്. ഇതും കൂടെ അല്ലെ, ഇതും കൂടെ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 3 വരും അല്ലേ. 3 - 3j എന്ന് വരും. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ?
ഇത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല, ഡൗട്ടൊന്നും വേണ്ട, ഡൗട്ടൊന്നും അതിന് വരേണ്ട കാര്യമേ ഇല്ല. അടുത്ത 2 + 3j - 1 - 6j എന്ത് വരും? 2 - 1 1, മൈനസ് മൈനസ് ഇവിടെ പ്ലസ്, 1 + 9j. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഇതിനെ തന്നെ നമ്മൾ വളരെ ചെറിയതായിട്ട് ബേസിക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അതാണ് വേറെ ക്വസ്റ്റ്യൻ ഞാൻ തരുന്നില്ലാത്ത, ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി അത് തന്നെ ചെയ്യാൻ പറ്റും. വേറെ സംഭവമൊന്നുമില്ല, എല്ലാം ഒരുപോലെ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യുന്നേ? 2 × 1 എടുക്കുക, അപ്പം 2 - 18j അങ്ങനെയാണോ? അല്ല, ദിസ് ഈസ് റോങ്, ഇങ്ങനല്ല ചെയ്യുന്നേ. ആദ്യം 2 × 1 2 മൈനസ് എന്തുകൊണ്ടാണ് ഇതും കൂടെ നമ്മൾ ഇനി ചെയ്യുന്നത്, -12j. അടുത്ത 3j, ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, 1j, അപ്പൊ പ്ലസ് 3j പ്ലസ് ഇവിടെ ഇതും കൂടെ കൂട്ടുമ്പോൾ +18, 20 - 9j എന്ന് കിട്ടും. എന്താ 2 + 3j / 1 - 6j. ഇത് നമ്മൾ അതാ ഞാനിപ്പോൾ മുമ്പേ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട റൂള് ഞാൻ പറഞ്ഞു. ഇങ്ങനല്ലേ, അല്ലെങ്കിൽ ഡിവിഷൻ പോലെ ഇങ്ങനെ ഇതൊന്നും വേണ്ട, ഇല്ലെങ്കിൽ ഇങ്ങനെ വരും, ഡിവൈഡ് ഇങ്ങനെ വരും അല്ലേ. അപ്പം നമ്മളപ്പം ഇതിനെ ചെയ്യുന്ന കോൺജുഗേറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ കോൺജുഗേറ്റ് ആരാ? 1 + 6j. അപ്പം ഇതിനെ രണ്ട് സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ലേ? ആൻസർ -16/37 + 15/37 j എന്ന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. കിട്ടിയോ? ഇത് ചുമ്മാ കിട്ടത്തില്ല, ചെയ്ത് നോക്കിക്കോണം കേട്ടോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു റൂളാണ് ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ. ഇതെന്ത് റൂളാണ്? ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെൽറ്റ, നിങ്ങളിങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, Δ1/Δ, ഡെൽറ്റ x/Δ, അങ്ങനെയൊക്കെ ഇവിടൊക്കെയോ കേട്ട ക്ലാസ്സിൽ ഓർമ്മയില്ലേ? ഇമ്പോർട്ടൻ്റ് ക്ലാസ്സിൽ കേട്ടിട്ട് നിങ്ങൾ മറന്നു പോയെങ്കിൽ വിട്ടേക്ക്. നമുക്ക് ഇപ്പം പഠിക്കാം. ഫൈൻഡ് വാല്യൂ ഓഫ് x and y യൂസിങ് ക്രാമേഴ്സ് റൂൾ. ഇങ്ങനൊന്നും ചോദിക്കുകയല്ല, ഞാനിത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ സോൾവ് ചെയ്യത്തില്ലേ, ഇത് കറണ്ടൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. 4x - 3y = 11, 6x + 5y = 7. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചോ. നമുക്ക് മെട്രിക്സ് ആക്കാം. 4 3 6 -3 ഉണ്ട്, 6 5, അത് കഴിഞ്ഞിട്ട് x y = 11. ഇങ്ങനെയല്ല നിങ്ങൾ മെട്രിക്സ് എഴുതുന്നത്, 11 7 ഇങ്ങനെ മെട്രിക്സ് എഴുതത്തില്ലേ? ഇവിടെ x കണ്ടുപിടിക്കാൻ, x = കണ്ടുപിടിക്കാൻ എങ്ങനെയാ ചെയ്യുന്നത്?
എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് വേരിയബിൾ എവിടൊക്കെ വരും? എക്സ് കണ്ടുപിടിക്കാൻ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് വേണം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ആദ്യത്തെ കോളത്തിനെ ആദ്യത്തെ കോളം ഇതല്ലേ ആദ്യത്തെ കോളത്തിനെ ഈ എലമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. മനസ്സിലായോ? അതായത് 11ഉം 17ഉം 7ഉം വരും. അതുപോലെ -3 5 അതുപോലെ തന്നെ അവിടെ കിടക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നിങ്ങൾക്ക് വേണം. ഡിറ്റർമിനന്റ് ചെയ്യാൻ അറിയത്തില്ലേ? ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് അല്ല വെറും മോഡ് അടുത്ത് 6 മെട്രിക്സ്. ഫസ്റ്റ് ഒരു മെട്രിക്സ് എടുക്കുക. ഇതിപ്പോ 2/2 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 5 അമർത്തുക. അപ്പൊ 2/2 വരും. ഇപ്പൊ 11 പിന്നെ -3 7 5 നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മെട്രിക്സ് എയിൽ എന്തുണ്ട്? അതുണ്ട്. ഇനി ഷിഫ്റ്റ് 4 അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മെട്രിക്സിന്റെ സംഭവം കിട്ടും. മെട്രിക്സ് 3 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടും. ഇതുണ്ടോ? മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഷിഫ്റ്റ് മെട്രിക്സ് 7 ഡിറ്റർമിനന്റ് അല്ലേ എടുക്കണ്ടേ? ഓഫ് മെട്രിക്സ് ഒന്നുകൂടെ മെട്രിക്സ് എ കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക. എന്ത് കിട്ടും നിങ്ങൾക്ക്? 76 എന്ന ആൻസർ കിട്ടും. 76. അപ്പം ഡെൽറ്റ എക്സ് ഈക്വൽ ടു 76. ഇനി ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കണേ? ഡെൽറ്റ എങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കണേ? ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മെട്രിക്സ് ഇതാണ്ട് ഇതിന്റെ ഡിറ്റർമിനെ നമ്മൾ ഇത് ഡെൽറ്റ പറയാം. അപ്പൊ 4 × 5 20 -18 എന്ത് വരും? 38 എന്ന് കണ്ടുവരില്ലേ? 38. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ 76/38 എന്ത് കിട്ടും? 2 എന്ന് കിട്ടും അല്ലെ? 2 വിൽ ബി യുവർ ആൻസർ. എക്സ് ആൻഡ് വൈ വരുന്നതോ y ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എന്ന് വരും. ഡെൽറ്റ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 38 ആണെന്ന്. ഡെൽറ്റ വൈ നിങ്ങൾ കണ്ടുപിടിക്കണം. ഡെൽറ്റ വൈ ഈക്വൽ ടു ഇതല്ലേ? ഇതാണ് നിങ്ങൾക്ക് വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ മെട്രിക്സ് എങ്ങനെയാവും? മെട്രിക്സ് 4ഉം 5ഉം അവിടെ ആയിരിക്കും. 11ഉം 7ഉം ഇവിടെ ആയിരിക്കും. ഫൈവ് അല്ലടാ 6 ആണോ? 6. ഇതിന്റെ വാല്യൂ ഡെൽറ്റ -38 എന്ന് കിട്ടും. അപ്പൊ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എന്ന് വെച്ചാൽ -38/38 എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണോ? ഇതും നിങ്ങൾക്ക് കിട്ടി. അപ്പൊ എക്സും വൈയും കണ്ടുപിടിച്ചില്ലേ? സോ ഇതാണ് ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. നമ്മുടെ ഈ ഒരു സ്ലൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തരാം കേട്ടോ. ഓക്കെ, അത് ഓർത്ത് ആരും വിഷമിക്കണ്ട. നെക്സ്റ്റ് സ്ലൈഡ്, രണ്ടാമത്തെ സ്ലൈഡ് നമ്മൾ എടുക്കും. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് സോഴ്സസ്. സോഴ്സസ് എന്ന് പറയുന്നിട്ടൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. സോഴ്സസ്. അപ്പം നിങ്ങൾ പല നെറ്റ്വർക്കിലും സോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മനസ്സിലായി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞുതരാം. രണ്ട് തരം സോഴ്സ് ഉണ്ട്. ഡിപ്പെൻഡന്റ് സോഴ്സ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്താ സോഴ്സ് ഉണ്ട്. ഇതിനിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? ലെറ്റ്സ് സേ ഒരു കുട്ടി, നിങ്ങളെന്ന് വിചാരിക്കുക. ഇതാരാണ്? നിങ്ങൾ. ഇവള് ഇപ്പൊ എന്ത് ചെയ്യുക? ഇപ്പൊ പഠിക്കുക. എത്ര വയസ്സുണ്ട്? 18 19 വയസ്സ്. 19 വയസ്സോളം ഉണ്ട്.
എനിക്ക് ഫ്രണ്ട്സിനോട് പലയിടത്തും പോകണമെന്നുണ്ട്. പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വീട്ടിൽ വിടത്തില്ല. വീട്ടുകാരോട് ചോദിക്കും, സാറേ, അല്ല അമ്മേ, അച്ഛ, അമ്മ വേണ്ട, അച്ഛ, ഫാദർ, ഞാൻ, അല്ലെങ്കിൽ അച്ഛൻ എന്നാണ് അച്ഛൻ, ഡാഡി എന്നാണ്, ഇങ്ങനെയെങ്കിലും ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോയിക്കോട്ടെ. ദേ സേ നോ, പോകണ്ട, നീ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി, നിനക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറയും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്പെൻഡന്റ് സോഴ്സ്. പക്ഷെ അങ്ങനെ കറണ്ടിനെ ആരും പിടിച്ചു വെക്കത്തില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. അതായത് ഒരു നെറ്റ്വർക്ക്, ഒരു റെസിസ്റ്ററും ഇങ്ങനത്തെ സാധനം, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതൊക്കെ ഉള്ളൊരു സർക്യൂട്ടിലെ എവിടെയെങ്കിലും ഒരു കറണ്ട് ഒഴുകുക. ഈ കറണ്ട് ഒഴുകുന്നത് ഫ്ലോയെ ഇങ്ങോട്ടൊക്കെ പോകണം പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ആരാ? വെളിയിൽ എവിടെങ്കിലും ഒരു കറണ്ടോ അല്ല എവിടെങ്കിലും എന്തൊരു സാധനം കാണും ഈ സർക്യൂട്ടിൽ. അപ്പൊ അയാളായിരിക്കും ചിലപ്പം ഇവനെ തീരുമാനിക്കുന്നു, ഇവൻ എങ്ങനെ പോകണം, ഇവൻ പോകണോ പോകണ്ടയോ, താഴോട്ട് പോകണോ മേളോട്ട് പോകണോ, ഇതൊക്കെ ആര് തീരുമാനിക്കും? ഇവൻ തീരുമാനിക്കും. ഇവന് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനിക്കാനുള്ളൊരു അവകാശമുണ്ടോ? ഇല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിപ്പെൻഡന്റ് സോഴ്സ്. ഡിപ്പെൻഡന്റ് സോഴ്സ് ഒരു നെറ്റ്വർക്കിലുണ്ടെങ്കിൽ നമുക്ക് അവനെ പെട്ടെന്നൊന്നും എടുത്ത് അങ്ങനൊന്നും മാറ്റിക്കളയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ ഉറപ്പിച്ച് തീരുമാനിച്ച് വെച്ചേക്കുന്ന വേറൊരുത്തന്. അപ്പൊ അവനെന്തേലും ഡിപ്പെൻഡൻസി കാണത്തില്ല ഇവനുമായിട്ട്. അപ്പൊ ഇതിനെ ഡയറക്റ്റ്ലി നമുക്ക് ഒരിക്കലും പിടിച്ച് പെട്ടെന്ന് മാറ്റാനോ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പക്ഷെ ഇൻഡിപെൻഡന്റ് സോഴ്സ് അങ്ങനല്ല. അത് ഇഷ്ടം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇൻഡിപെൻഡന്റ്. വളരെ അവർ ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു ആൾക്കാരാണ്, അല്ലേ? ഇത്ര ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ അങ്ങ് പോയിന്നേ ഉള്ളൂ കേട്ടോ. എ എന്ന് പറയുന്നൊരു ആളുണ്ട്. അവനാരാ? വോൾട്ടേജ് തരുന്ന ഒരു സോഴ്സ് ആണ്. അവൻ എന്ത് തരും? V1 വോൾട്ടേജ് തരും. ഓക്കെ ആണോ? V1 വോൾട്ടേജ് തരും. അങ്ങനെയല്ല, വേറൊരു കാര്യം. അങ്ങനെയല്ല, പറഞ്ഞു മാറിപ്പോയി. എ എന്ന് പറഞ്ഞിട്ടൊരു വോൾട്ടേജ് സോഴ്സ്, അവനെ ആര് കൺട്രോൾ ചെയ്യും? V1 എന്ന് പറഞ്ഞിട്ടൊരു വേറെ എവിടെയോ ഉള്ളൊരു വോൾട്ടേജ് സോഴ്സ്. അപ്പൊ വോൾട്ടേജ് എവിടെ ഉള്ളൊരു വോൾട്ടേജിനെ ഇപ്പൊ ആരാ കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾഡ് ബൈ വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സിനെ വേറൊരു വോൾട്ടേജ് സോഴ്സ് കൺട്രോൾ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിനെ ഇങ്ങനെ വിളിക്കും, ബി എന്ന് പറഞ്ഞിട്ടൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അതിനെ എവിടെ ഉള്ളൊരു കറണ്ട് കൺട്രോൾ ചെയ്യും. അപ്പം വോൾട്ടേജ് സോഴ്സ് കറണ്ട് കൺട്രോൾ ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ്. മനസ്സിലായോ? ഷോർട്ടായിട്ട് ഞാൻ എഴുതുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിനെ പറയാം. ഇതിനെ കുറച്ച് ഡിപ്പെൻഡന്റിനെ കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ്. ഒരു സർക്യൂട്ടിൽ പ്ലസ് മൈനസ് ഒക്കെ ഇട്ട് ഡിപ്പെൻഡന്റ് സോഴ്സിനെ ഇങ്ങനെ കാണിക്കും. ഇതെന്താ? ഒരു ബാറ്ററി, അതായത് സോഴ്സ് ആണ്. കറണ്ട് കൺട്രോൾഡ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് സോഴ്സാണ്. ഇവിടെ ഒരു ഇതും കൂടെ 2ix. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. 2ix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. ഓക്കെ, ശരിക്കും ഇതാരാ? വോൾട്ടേജ്. അപ്പം കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ആണിത്. മനസ്സിലായോ? കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അടുത്ത ഒരു സംഭവം പറയാം. ഇതാരാ? ഇതൊരു കറണ്ട് തന്നെയാണ്. ഇതും ഒരു കറണ്ടാണ്. ഇത് വേറെ എവിടെ ഉള്ളൊരു കറണ്ടാ. അപ്പം കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, കറണ്ട് സോഴ്സിനെ വേറെ എവിടെ ഉള്ളൊരു കറണ്ട് സോഴ്സ് കൺട്രോൾ ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത്. ഇനി അടുത്തത് വേറൊരെണ്ണം ഞാൻ പറയട്ടെ. ഒരു
സാധനം ഇങ്ങനെ വരയ്ക്കുക, പ്ലസ് മൈനസ് ഇടുക, 2Vy എന്ന് പറ്റും. ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഈ വോൾട്ടേജ് സോഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആരാ? വേറൊരു വോൾട്ടേജ് സോഴ്സ്. അപ്പം മനസ്സിലായോ? അടുത്ത 2Vy, ഇത് ആക്ച്വലി ഒരു കറണ്ട് സോഴ്സ് ആണ്. കറണ്ട് സോഴ്സ് അങ്ങനെയല്ല, കറണ്ട് കൺട്രോൾഡ് ബൈ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന കറണ്ട് സോഴ്സാണ് കറണ്ട് സോഴ്സ്. അപ്പം ഇങ്ങനെയാണ് ഇതിനെ പറയേണ്ടത് കേട്ടോ. പിടി കിട്ടിയോ? കാര്യങ്ങൾ ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഒരു സോഴ്സിനെ തന്നാൽ തിരിച്ച് മറിച്ചൊക്കെ ആക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ വരും. നോക്കിയേ, ഒരു ബാറ്ററി പ്ലസ് മൈനസ് ഒക്കെ എടുത്തിട്ട് സോഴ്സ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുക. ഇങ്ങനെ വരുന്നത്. ഇപ്പൊ ഒന്നും അറിയത്തില്ലെങ്കിൽ, അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ടു ഓംസിന്റെ ഒരു റെസിസ്റ്റർ, എന്താ ഇങ്ങനെ പോകുന്നത്? 2 ഓംസിന്റെ ഒരു റെസിസ്റ്റർ, 6 വോൾട്ടിന്റെ ബാറ്ററി. ഇതിനെ നമുക്ക് കറണ്ട് സോഴ്സിന്റെ ടേമിലാക്കണം. ഇപ്പൊ ഇത് വോൾട്ടേജ് അല്ലേ ഇതിനകത്തുള്ളത്, ഇതിനെ കറണ്ടിലേക്ക് ആക്കണം. കറണ്ടിലേക്ക് ആക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുക. നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ നമ്മൾ കറണ്ട് സാധാരണ പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. കഴിഞ്ഞോ? ഈ റെസിസ്റ്റർ എവിടെയെങ്കിലും പോവോ? റെസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? പാരലായിട്ട് അറേഞ്ച് ചെയ്യണം. ചില വൃത്തിക്കൊക്കെ വരയ്ക്കായിരുന്നു. പോട്ടെ. അതിന്റെ റെസിസ്റ്ററും മാറത്തില്ല. ഇനി ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു എന്താണ്? വോൾട്ടേജ് ബൈ റെസിസ്റ്റർ ആണ്. വോൾട്ടേജ് ഇവിടെ 6 ആണ്, റെസിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര? 3 ആംപിയർ എന്ന് കിട്ടി. ആ 3 ആംപിയർ എവിടെ വരും? ഇവിടെ വരും. അപ്പൊ മനസ്സിലായോ? നമ്മൾ ട്രാൻസ്ഫോം ചെയ്തില്ലേ? ഒരു സോഴ്സിനെ മറ്റൊരു സോഴ്സിലേക്ക് ആക്കിയില്ലേ? ആക്കി. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 6 ആംപിയർ കറണ്ട് മേളിലേക്ക് പോകുന്നു. ഓക്കെ, 3 ഓം റെസിസ്റ്റർ ഇവിടെ ഉണ്ട്, 2 ഓം റെസിസ്റ്റർ ഇവിടെ ഉണ്ട്. ഇതിനെ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനത്തെ സോഴ്സിലാണ്. ഇനി ഇതിനെ നമുക്ക് ബാറ്ററിയുടെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബാറ്ററിക്ക് ഒരു വട്ടം വരയ്ക്കുക. താഴേന്ന് മേളിലേക്കാണ് എന്ന് പറയുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഈ റെസിസ്റ്റർ പാരലലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സീരീസ് ആക്കണം. റെസിസ്റ്ററിന്റെ വാല്യൂ മാറുമോ? മാറത്തില്ല. സോ 2 ഓംസ് തന്നെ. പിന്നെ 6 ആംപിയർ എന്ന് പറയുന്ന കറണ്ട് ആണ്. വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റർ എന്ന് നമുക്കറിയാം. സോ വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് എന്ന് പറയുന്നത് 6 ഇൻറ്റു 2 അല്ലെങ്കിൽ 12 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. 12 എന്ന് നമുക്ക് ഇവിടെ കിട്ടി, 12 വോൾട്ട്. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇനി ഇത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പഠിക്കേണ്ടതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂള്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ. വോൾട്ടേജ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസും സംഭവങ്ങളൊക്കെ കാണത്തില്ലേ? അന്നേരം ഈ ഓരോന്നിനും അക്രോസ് പല വോൾട്ടേജസ് ആയിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമുല, ഓരോന്നിനും എത്രയും കിട്ടുന്നുണ്ടെന്നൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പഠിക്കാം. ഒരു റെസിസ്റ്റർ ഇത്, രണ്ടാമത്തെ റെസിസ്റ്റർ ഇത്. അപ്പൊ എന്താണ്? R1 ഇതാണ്, R2 റെസിസ്റ്റർ ഇതാണ്. ഓക്കെ, ഇതിങ്ങനെ കിടക്കുന്നു. ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആൻഡ് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V2. മനസ്സിലായോ? റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കാനല്ലേ നമ്മളവിടെ
ഒരു സർക്യൂട്ട് ഇടുന്നേ? അതായത് 10 വോൾട്ടേൽ 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം, ഒരു ബാറ്ററി, അതിലൊരു 3 വോൾട്ടിന്റെ LED കൊടുക്കണമെങ്കിൽ നമ്മളൊരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കും. അപ്പം 10 അത്രയും കുറഞ്ഞിട്ടാ വോൾട്ടേജ് വരുന്നത്. അപ്പം അത്രയും ഡ്രോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പം അതിനാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ മെയിൻ വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഇരിക്കുക, അവിടെ നിന്നാ ഈ ഒരു ലൈന് and ഈ ലൈൻ ഇങ്ങനെ പോകുന്നത് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ V1 എങ്ങനെ കിട്ടുന്നത്? വോൾട്ടേജ് 1 ഈക്വൽ ടു ടോട്ടൽ വോൾട്ട് ഇൻറ്റു R1 ബൈ R1 പ്ലസ് R2. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ V1. ആൻഡ് V2 എങ്ങനെ വരും? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. മനസ്സിലായോ? യെസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി കറണ്ട് ഡിവിഷൻ റൂളിനെ പറ്റി പറയണ്ടേ? എന്താ കറണ്ട് ഡിവിഷൻ റൂൾ? സ്ലൈഡ് തീർന്നല്ലേ? സ്ലൈഡ് ദൂരെ വെൺമലയിൽ സൂര്യൻ തന്നന തന്നന. കറണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? കറണ്ട് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ സീരീസ് സർക്യൂട്ടിൽ പറ്റത്തില്ല. സീരീസ് സർക്യൂട്ടിൽ കറണ്ട് അതാണ്. അപ്പൊ അത് പറയുമ്പോൾ പലർക്കും ഡൗട്ട്, എന്താ സീരീസ്, എന്താ പാരലൽ? അതിനെപ്പറ്റി പറഞ്ഞ ഒത്തിരി നേരം സമയം പോകത്തില്ല. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞുതരാം. സീരീസ് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യുന്നതിന് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ 2 വയർ അതിന്റെ അക്രോസ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ എന്ന് പറയും. അപ്പൊ പാരലലിനാകുമ്പോൾ വോൾട്ടേജ് എല്ലാം സെയിമാ, പ്ലസ് മൈനസ്. ഈ ടെർമിനൽ എല്ലായിടത്തും എത്തുന്നുണ്ട് അല്ലേ? അപ്പൊ വോൾട്ടേജ് എവിടെയെങ്കിലും മാറുമോ? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവത്തില്ല. അതേസമയം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നൊരു സംഭവമാണ്. അപ്പം ഈ റെസിസ്റ്റർ, ഇവിടെ ഒക്കെ കുറെ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്, വോൾട്ടേജ് കുറഞ്ഞു വരും ലാസ്റ്റ് വരുമ്പോഴത്തേന്. ഇവിടെ ആണെങ്കിൽ എന്താ, വേണ്ട, ഇപ്പൊ ഇത് പറഞ്ഞുതരാം. ഇതാണെങ്കിലോ പ്ലസ് മൈനസ് ഇങ്ങനെ ഒരു റെസിസ്റ്റർ, ഇങ്ങനെ ഒരു റെസിസ്റ്റർ. ഓക്കെ. ഒരു കറണ്ട്, ഇവിടത്തെ ഒരു കറണ്ട് ഇങ്ങനെ ഒഴുകി വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. അപ്പം അതിനൊരു കൺഫ്യൂഷൻ ആവും. ഇതുണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? രണ്ട് വശത്തേക്കും പോകും. രണ്ട് വശത്തേക്കും പോകുമ്പോൾ അവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകും. I1 കറണ്ട് ഇങ്ങോട്ടേക്കും I2 കറണ്ട് താഴോട്ടേക്കും പോകും. അങ്ങനെ വരുമ്പം അതാണ് കറണ്ട് ഡ്രോപ്പ് ഉണ്ടാവും ഇവിടെ. ഓക്കെ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കാം. ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഒരു വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഉണ്ട്. എന്താ വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ. ആ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വലിച്ചേക്കുക. അവിടെ എന്താ ഒരു ആരുണ്ട്, ഒരു R1 റെസിസ്റ്റർ ഉണ്ട്. V1 വോൾട്ടേജ്, V വോൾട്ടേജ് ഉള്ള ഒരു R1 റെസിസ്റ്റർ ഉണ്ട്. അതുപോലെ R2 റെസിസ്റ്റർ ഉണ്ട്, V വോൾട്ടേജ് ഉള്ള. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇവിടെ കറണ്ട് അല്ലേ, കറണ്ട് കണ്ടുപിടിക്കണ്ടേ? ഇതിൻ്റെ അകത്തേക്കും എന്ത് വരും? കറണ്ട് രണ്ടെണ്ണം വരും. I2 വരും, സോറി I1, ഇവിടെ I2 കറണ്ട് വരും. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? I1 ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇവിടെ ഓൾറെഡി കറണ്ട് ഉണ്ടല്ലോ. ചിലപ്പോൾ 2 ആംപിയറോ 3 ആംപിയർ കറണ്ട് ആയിരിക്കും ഇങ്ങോട്ട് കയറി വരുന്നത്. ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റർ. നമ്മളിപ്പോൾ ഒരാൾ ഫുഡൊക്കെ നമുക്ക് ചിലരൊക്കെ എടുത്തു തരുവാണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ വിളമ്പുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ പാത്രത്തിലാണോ കൂടുതൽ എന്ന് നോക്കും. അത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. മാർക്കൊക്കെ കിട്ടുമ്പോഴും പലരും എൻ്റെ മാർക്കാണോ മറ്റവൻ്റെ മാർക്കാണോ കൂടുതലെന്ന് കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ
ഈ R1ന്റെ അകത്തൂടെ എത്ര കറണ്ട് ഒഴുകി എന്ന് നോക്കാൻ വേണ്ടി R1 ആരെ നോക്കും? R2നെ നോക്കും. അപ്പൊ R1ന്റെ അകത്തൂടെ ഒഴുകുന്ന കറണ്ടിനെ കണ്ടുപിടിക്കണമെങ്കിൽ R2 ബൈ R1 പ്ലസ് R2. അങ്ങനെയാണെങ്കിൽ മറ്റവൻ എന്ത് ചെയ്യും? മറ്റവനും അപ്പൊ വിട്ടുകൊടുക്കോ? ഇല്ല. നീ എന്നെ നോക്കി, എന്നാ നിന്റെ ഞാൻ നോക്കിയിട്ടുള്ളൂ എന്ന് പറയും. R1 ബൈ R1 പ്ലസ് R2. സോ ഈ ഫോർമുലാസ് രണ്ടും ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്ത് വെക്കുക. ഇതെവിടെയെങ്കിലുമൊക്കെ ആവശ്യം. കറണ്ട് ഡിവിഷൻ റൂളും കഴിഞ്ഞു. അടുത്ത പോർഷൻ ആണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ആൻഡ് കിർച്ചോഫ് കറണ്ട് ലോ, KVL ആൻഡ് KCL. KVL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? KVL സം ഓഫ് voltages across a loop is zero. Across a loop is zero. Okay, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു V1 കറണ്ട് ഉണ്ട്, V2 അല്ല, കറണ്ട് അല്ല, വോൾട്ടേജ് ലോ അല്ലേ പറയുന്നത്. വോൾട്ടേജ് ലോ പറയുമ്പോൾ V3, V4 പ്ലസ് മൈനസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? V1 മൈനസ് V2 പ്ലസ് V3 മൈനസ് V4 ഈക്വൽ ടു 0. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എന്തായിരിക്കണം? ടോട്ടൽ സം വിൽ ബി 0. കിർച്ചോഫ് ആരാ പറഞ്ഞേ? കറണ്ട് ലോ. ഇനി വോൾട്ടേജ് ലോ പറയട്ടെ. അല്ല സോറി, അതാ വോൾട്ടേജ് ലോ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. ഒരു റെസിസ്റ്റർ, ഒരു നെഗറ്റീവും പോസിറ്റീവും ഉള്ള ഒരു 4 വോൾട്ട് ടെർമിനൽ, ഒരു ബാറ്ററി, ടു വോൾട്ട്, 2 ഓംസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കറണ്ട് കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ പരിപാടി. നോക്കിയേ, ആദ്യം ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ഇങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മൈനസ് 2I1. I കറണ്ട് ആയില്ലേ പാസ് ചെയ്യുന്നത്. I1 ഒന്നും വേണ്ട, രണ്ട് കറണ്ട് ഇല്ലല്ലോ. അപ്പം 2 മൈനസ് I മൈനസ് 4 ഈക്വൽ ടു 0. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടണം. അപ്പം അങ്ങനെ ഉള്ള ഒരു കണ്ടീഷൻ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. കിർച്ചോഫ് വോൾട്ടേജ് ലോ കഴിഞ്ഞു. ഇനി കിർച്ചോഫ്സ് കറണ്ട് ലോ. കറണ്ട് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കറണ്ടിന്റെ ലോവിനെയാണ് കറണ്ട് ലോ എന്ന് പറയുന്നത്. നോക്കിക്കാടാ, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഒരു കറണ്ട് ഇങ്ങോട്ടേക്ക് കയറി, കറണ്ട് I1, I2, I3, I4. ടോട്ടൽ സം എന്ന് പറയുന്നത് I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 എന്തായിരിക്കും? വിൽ ബി 0. ഇതാണ് മറ്റൊരു പറയുന്നത്. ഇനി ഇത് വെച്ച് നിങ്ങളോട് മെഷ് അനാലിസിസ് ഒക്കെ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾക്കറിയായിരിക്കാം, നിങ്ങൾ ഇലക്ട്രിക്കൽ, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച കാര്യമാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇതൊന്ന് ചെയ്തേക്കടെ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 20 ഓം, 4 ഓം, 8 ഓം, 10 ആണോ? 10 ഓം. അതുപോലെ ഇതെന്താണ്? ദിസ് ഈസ് 2 ഓംസ്, ദിസ് ഈസ് 10 വോൾട്ട്,
find a mesh current. And I3. Okay, ഇതൊന്ന് കണ്ടുപിടിക്കണേ.